ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ്. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ദൈവവചന ധ്യാനവുമായിട്ട് നമുക്ക് ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം സഹായിച്ച കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൽ നിന്നാണ് ചില ധ്യാന ചിന്തകൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അതിൻ്റെ 39-ാമത്തെ വാക്യം വരെ നാം ചിന്തിക്കുകയുണ്ടായി. ഇന്നലെ നാം കണ്ടത് 35 മുതൽ 39 വരെയുള്ളത് വാക്യങ്ങളിൽ ഗോഡ്സ് പ്രൊവിഷൻ ഫോർ ഹിസ് പീപ്പിൾ, വലിയവനായ ദൈവം തൻ്റെ മക്കൾക്ക് ചെയ്തു കൊടുക്കുന്നതായ ആ കാര്യങ്ങളെ പറ്റിയുള്ളതായ കാഴ്ചയായിരുന്നു നാം കണ്ടത്. ഇന്ന് നമുക്കതിൻ്റെ 40-41 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു കീപ് ഹിസ് പ്രോമിസസ്, വലിയവനായ ദൈവം പറയുന്നതായ വാഗ്ദത്തങ്ങൾ അവൻ പൂർത്തീകരിക്കുവാൻ, അത് സൂക്ഷിക്കുവാൻ, അത് ചെയ്തു കൊടുക്കുവാൻ ദൈവം വിശ്വസ്തനാണ് എന്നുള്ളതായ കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 40-41 വാക്യങ്ങൾ. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ കഴിച്ച പരദേശവാസം 430 സംവത്സരമായിരുന്നു. 430 സംവത്സരം കഴിഞ്ഞിട്ട് ആ ദിവസം തന്നെ യഹോവയുടെ ഗണങ്ങളെ ഒക്കെയും മിസ്രൈം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 430 വർഷക്കാലം വലിയവനായ ദൈവം ഇസ്രായേൽ മക്കളെ ആ ദേശത്ത് കാത്ത് പരിപാലിച്ചു. അവസാനമായിട്ട് ആ വിശുദ്ധ പാസ്ഓവറിൻ്റെ പെസഹ കുഞ്ഞാടിൻ്റെ ആഘോഷമൊക്കെയും ആഘോഷിച്ച് അവർ അവിടെ നിന്ന് പുറപ്പെടുകയാണ്. യഹൂദന്മാരെ അവിടെ നിന്ന് പുറപ്പെടുവിക്കുന്നു. അബ്രഹാമിനോട് ചെയ്തതായ ആ വാഗ്ദത്തം അവൻ പൂർത്തീകരിക്കുകയാണ്. നാം അബ്രഹാമിനോട് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ, ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് നാം വായിക്കുന്നത്. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിൻ്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അവൻ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിയുന്നുവല്ലോ. നോക്കുക, ദൈവത്തിൻ്റെ വലിയ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അബ്രഹാമിന് ശേഷം ഇസ്ഹാക്ക് ജനിച്ചു, ഇസ്ഹാക്കിന് ശേഷം യാക്കോബ് ജനിച്ചു, യാക്കോബിന് 12 മക്കൾ ജനിച്ചു. ആ സമയത്താണ് അവർ മിസ്രൈമിലേക്ക് കടന്നു പോകുന്നത്. അപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ദൈവം അവർ പോകുന്നതായ കാര്യം അവിടെ പറയുകയാണ്. 400 വർഷം. പക്ഷേ നമ്മളിവിടെ വായിച്ച ഭാഗത്ത് നമുക്ക് 430 വർഷം എന്നാണ് നാം കാണുന്നത്. അത് അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ സ്തേഫാനോസ് ചെയ്യുന്ന പ്രസംഗത്തിലും ഈ 400 വർഷമാണ് അവിടെ നമുക്ക് കാണുന്നത്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു: അവൻ്റെ സന്തതി അന്യദേശത്ത് ചെന്ന് പാർക്കും, ആ ദേശക്കാർ അവരെ അടിമയാക്കി 400 സംവത്സരം പീഡിപ്പിക്കും എന്ന് ദൈവം കൽപ്പിച്ചു. 400 സംവത്സരം പീഡിപ്പിക്കും. അബ്രഹാമിനോടും അതാണ് പറഞ്ഞത്, നിങ്ങൾ 400 വർഷം അവിടെ സേവിക്കും. എന്നാൽ നാം വീണ്ടും ഗലാത്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 17-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെയും ഒരു പരാമർശം ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. അവിടെ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്:
ഞാൻ പറയുന്നതിൻ്റെ താല്പര്യമോ 130 ആണ്ട് കഴിഞ്ഞിട്ട് ഉണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നിൽക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉറപ്പാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. 430 വർഷം. ഇവിടെ രണ്ടിടത്തും രണ്ട് കണക്കുകളാണ് നാം കാണുന്നത്. ആദ്യമായിട്ട് ദൈവം അബ്രഹാമിനോടാണ് ഈ കാര്യം പറഞ്ഞത്. അപ്പോൾ ഇത് രണ്ടും രണ്ടാണ് എന്ന് നമുക്ക് വിചാരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ഇവിടെ ഒരു 30 വർഷം കൂട്ടി കാണുന്നു. അവിടെ രണ്ടിടത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആ ഫ്രേസ് അല്ലെങ്കിൽ ആ വെർബ് വേറെ വേറെയാണ്. നാം ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ അപ്പോസ്തലപ്രവൃത്തി 7:6 400 വർഷം അവരെ പീഡിപ്പിക്കുന്ന കാലമാണ്. അവർ പ്രവാസത്തിൽ വസിച്ച് അടിമകളായി ജീവിക്കുന്ന ആ സമയം, അതിനെപ്പറ്റിയാണ് 400 വർഷമെന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോൾ നാം വായിച്ച പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം 40-41 വാക്യത്തിലും ഗലാത്യ ലേഖനം 3:17 അവർ അവിടെ ജീവിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ ആ ജീവിതമെന്ന് പറയുന്നത് യാക്കോബും കുടുംബമായിട്ട് അവിടെ ചെന്ന് ജീവിച്ചു. എന്നാൽ നാം കാണുന്നത് അവർ ആദിമ സമയത്ത് ഒരിക്കലും അവർ അടിമകളായിട്ടല്ല അവിടെ ജീവിച്ചത്. അവർ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ അപ്പനും സഹോദരങ്ങളുമായിട്ടാണ് അവർ ജീവിച്ചത്. ഇസ്രായേൽ മക്കൾക്കുള്ളതിനെക്കാട്ടിലും വലിയ പ്രൗഢിയോടുകൂടെയാണ് അവർ ജീവിച്ചത്. അപ്പോൾ എന്താണ് കഷ്ടം അനുഭവിക്കുന്നത്? യോസഫിനെ അറിയാത്ത ഒരു രാജാവ് വന്നപ്പോഴാണ് ഇസ്രായേൽ മക്കൾ യഥാർത്ഥമായ രീതിയിൽ അടിമത്വത്തിലേക്ക് പോയത്. അതിനു മുമ്പേ അവർക്ക് അടിമത്വമില്ലായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കൾ, യാക്കോബ് തൻ്റെ മക്കളുമായിട്ട് ചെല്ലുന്ന സമയം മുതൽ ഈ വിടുതലിൻ്റെ സമയം വരെ 430 വർഷവും, അതുപോലെ തന്നെ യോസേപ്പ് മരിച്ചുപോയി കഴിഞ്ഞ് യോസേപ്പിനെ അറിയാത്ത ഒരു ഫറവോൻ, ഒരു രാജാവ് എഴുന്നേറ്റതിനു ശേഷം അവർക്ക് പീഡകൾ അനുഭവിക്കുന്ന ആ സമയം മുതൽ ഇവരെ വിടിപ്പിക്കുന്ന സമയം വരെ എന്ന് പറയുന്നത് അത് 400 വർഷവുമാണ്. അതുകൊണ്ട് ഈ 400, 430 അതിൽ നമുക്ക് ഒരിക്കലും സംശയിക്കേണ്ട ആവശ്യമില്ല. അതിൽ നമുക്ക് ദൈവവചനത്തിനെ പറ്റി സംശയിക്കുകയോ ദൈവവചനം തെറ്റാണോ എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുകയില്ല. നോക്കുക, ദൈവം അവരോട് പറഞ്ഞ ആ വാഗ്ദത്തം, അവരുടെ ജീവിതത്തിലെ കഷ്ടങ്ങളൊക്കെ വരും, എന്നാൽ അതിൽ നിന്നൊരു വലിയ വിടുതൽ ദൈവം നൽകും. ആ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കും. ആ കാര്യം വളരെ സ്പഷ്ടമായിട്ട് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയ വിശ്വാസികളെ, നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെയുള്ളതായ പ്രശ്നങ്ങളൊക്കെ വരുവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ വരുന്നതായ സമയത്ത് നമ്മളെയും ഈ പ്രശ്നങ്ങളിൽ നിന്ന് വലിയവനായ ദൈവം വിടുവിക്കും എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ കർത്താവ് നമ്മെ ശക്തനാക്കുന്നു. ആ കർത്താവിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് വിടുതൽ ലഭിക്കും. ഇവിടെയും ദൈവത്തിൻ്റെ വലിയ ശക്തി കൊണ്ട് ഇസ്രായേൽ മക്കളെ അന്നേ ദിവസം, അവർ ചെന്ന ദിവസം തന്നെ അവരെ വിടുവിച്ച് 430 വർഷക്കാലം അവരവിടുന്ന് കാത്തു. 400 വർഷം അടിമത്തത്തിൽ ആയിരുന്ന സമയത്ത് ദൈവം അവിടുന്ന് അവരെ കാത്തുപരിപാലിച്ചു. ആ കാര്യമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കും നമ്മുടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വരുന്നതായ പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അടിമത്തങ്ങളോ അല്ലെങ്കിൽ ആ ബന്ധനങ്ങളോ എന്തു തന്നെയായിരുന്നാലും അതിൽ നിന്നൊക്കെ വിടുവിച്ച് നമുക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു ദേശത്ത്, ആ കനാൻ ദേശത്ത്, സ്വർഗീയ കനാൻ ദേശത്ത് നമ്മെ കൊണ്ട് എത്തിക്കും എന്നുള്ളതിൻ്റെ ഒരു വലിയ സത്യമാണ് ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ആ കർത്താവിൽ നമുക്ക് ആശ്രയിച്ചുകൊണ്ട് അവൻ പറയുന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ ഉവ്വ് എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിൽ നാം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഈ വചനം മുഖാന്തരം വലിയവനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.